ഹലോ, എന്തുണ്ട് എല്ലാവർക്കും വിശേഷം? ഇന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നവർക്കൊരു ടിപ്സ് പറഞ്ഞുതരാം. അതായത് നമ്മൾ ഇപ്പം എല്ലാ ദിവസവും പ്രാർത്ഥിച്ചേച്ച് നമുക്കൊരാവശ്യമുണ്ട്, അല്ലെങ്കിൽ നമുക്ക് അത്രയും ഒരു വേദന, നമുക്ക് എന്തെങ്കിലും ഒരു അസുഖമുണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു പ്രത്യേക ആവശ്യം, നമുക്കൊരു ജോലിക്കായിട്ടാണ് പ്രാർത്ഥിക്കുന്നത്. എല്ലാവർക്കും പ്രാർത്ഥിക്കാനായിട്ട് ഓരോരോ കാരണങ്ങളുണ്ട് അല്ലേ? അപ്പം നമ്മൾ പ്രത്യേകം അത് നമ്മൾക്ക് കാര്യം സാധിക്കണം, ദൈവം നമുക്ക് ചെയ്തു തരണം എന്ന് വിചാരിച്ചിട്ട് നമ്മളെന്നും പ്രാർത്ഥിക്കാറുണ്ട് ഓരോരോ വിഷയങ്ങൾ. അപ്പോൾ ആ ഒരു വിഷയം നടക്കാനായിട്ട് ചിലർ ഫാസ്റ്റ് ചെയ്യും, ചിലർ അതിന് വേണ്ടിയിട്ട് സ്പെസിഫൈ ചെയ്ത് എഴുതി വെച്ച് പ്രാർത്ഥിക്കാറായിട്ടുണ്ട്. അങ്ങനെ വെച്ച് നമ്മൾ പ്രാർത്ഥിച്ച ആ വിഷയം ദൈവം നമുക്ക് ചെയ്തു തരും. അത് ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ആഗ്രഹമായതുകൊണ്ട് നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹം നമുക്ക് ദൈവം ചെയ്തു തരും. അപ്പോൾ അത് ചെയ്ത് തന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നമ്മൾ പിന്നെ ഒരു ഇച്ചിരി പ്രാർത്ഥനയിൽ ഡൗൺ ആകാനായിട്ട് ചാൻസ് ഉണ്ട്. കഴിഞ്ഞ ആഴ്ചകളിലെ കഴിഞ്ഞ വർഷങ്ങളിൽ പ്രാർത്ഥിക്കുന്നത് പോലെ അല്ലാതെ കുറച്ച് പ്രാർത്ഥന കുറച്ച് വരാനായിട്ട് ചാൻസ് ഉണ്ട്. അങ്ങനെയുള്ള ചാൻസ് ഉള്ള സമയത്ത് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ചെറിയ പ്രശ്നങ്ങൾ വരുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത്, അയ്യോ എൻ്റെ പ്രാർത്ഥന കുറച്ച് പോയിട്ടുണ്ടല്ല, കുറച്ച് കഴിഞ്ഞ ദിവസങ്ങളല്ല, കഴിഞ്ഞ മാസങ്ങളിൽ, കഴിഞ്ഞ വർഷങ്ങളിൽ നിന്ന് നമ്മൾ ചിന്തിക്കും. അപ്പം അതിനായിട്ട് നമുക്കിപ്പോൾ ചെയ്യാൻ പറ്റുന്നത്, നമ്മളൊരു ടാർഗറ്റ് വെക്കുക. അതായത് ഡെയിലി ഒരു 3 നേരം ഞാൻ പ്രാർത്ഥിക്കും. ഇപ്പോൾ 9 മണിക്ക് പ്രാർത്ഥിക്കും എന്നുള്ളത് നമുക്ക് നടത്തത്തില്ലെങ്കിൽ നമുക്കൊരു 10 മണിയാക്കാം, അല്ലെങ്കിൽ നമ്മൾ നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്നവരാണെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇതൊരു ചെറിയ ടിപ്സാണ് ഞാൻ പറഞ്ഞു തരുന്നത്. ഇപ്പം നമ്മൾ കുറേ നാൾ അങ്ങനെ ഇപ്പോൾ ഒരു നേരം മാത്രം വൈകിട്ട് പ്രാർത്ഥിച്ച് കുറച്ച് നേരം ഒരു 10 മിനിറ്റ് കിടക്കുന്നതിന് മുന്നേ പ്രാർത്ഥിച്ചത് നമുക്ക് കുറച്ച് നാൾ കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഓരോരോ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്യും. അന്നേരമാണ് നമ്മൾ ചിന്തിക്കുന്നത്, നമ്മൾ കഴിഞ്ഞ കാലങ്ങളിലെ പോലെ ഞാൻ ഇന്ന് പ്രാർത്ഥിക്കുന്നില്ലല്ലോ, അതാണല്ലോ എനിക്കിപ്പോൾ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്താ പറയുന്നത്, നിങ്ങൾക്ക് പെട്ടെന്നൊരു ആഘാതം വരാതിരിക്കാനായിട്ട്, പെട്ടെന്നൊരു വിഷമം വരാതിരിക്കാനായിട്ടുള്ള ഒരു ടിപ്സാണ്. നമ്മൾ തന്നെ ഒരു ടാർഗറ്റ് സെറ്റ് ചെയ്യുക. മൊബൈലിൽ വേണമെങ്കിൽ സെറ്റ് ചെയ്ത് അലാറം വെക്കുന്നത് പോലെ ചെയ്തേച്ച്, നമ്മുടെ ഈ മുസ്ലിം സഹോദരങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ തന്നെ നമ്മളൊരു 3 നേരം, അവർ 5 നേരം പ്രാർത്ഥിക്കുന്നു, യഹൂദ സഹോദരങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം നമ്മളൊരു 3 നേരം അറ്റ്ലീസ്റ്റ് ടാർഗറ്റ് വെച്ച് നമ്മൾ പ്രാർത്ഥിച്ചാലും നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി അനുഗ്രഹങ്ങൾ ഉണ്ടാകുവാനായിട്ടും നമുക്കെല്ലാം ഒരു പീസ്ഫുൾ ലൈഫ് നയിക്കുവാനായിട്ടും ദൈവത്തിൻ്റെ സഹായമില്ലാതെ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് വളരെ പ്രയാസമാണ്. അതിപ്പം നമ്മുടെ നാട്ടിലാണെങ്കിലും പുറത്തുള്ള രാജ്യങ്ങളിലാണെങ്കിലും ജോലി സ്ഥലത്താണെന്നുണ്ടെങ്കിലും ഒക്കെ ആ ദൈവത്തിൻ്റെ ഫേവർ നമുക്കില്ലാതെ നമുക്ക് ജീവിക്കാനായിട്ട് പ്രയാസമാണ്. അപ്പോൾ എൻ്റെ ഒരു ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ടുള്ളത്, നിങ്ങൾ അങ്ങനെ ഒരു ടാർഗറ്റ് ചെയ്യുക. നമ്മൾ ഡ്യൂട്ടിക്ക് അലാറം വെച്ച് പോകുന്നത് പോലെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അലാറം വെച്ചിട്ട് നമ്മൾ ആ ഒരു 5 മിനിറ്റ് കിട്ടിയുള്ള ആ 5 മിനിറ്റ് പ്രാർത്ഥിക്കുക, 10 മിനിറ്റ് കിട്ടിയില്ലെങ്കിൽ 10 മിനിറ്റ് പ്രാർത്ഥിക്കുക. അങ്ങനെ നമ്മൾ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഇടയ്ക്കുണ്ടാകുന്ന തടസ്സങ്ങൾ, ഇപ്പോൾ പ്രാർത്ഥന ഇല്ലാതിരിക്കുമ്പോഴത്തേനുള്ള പ്രശ്നങ്ങളോ, കുടുംബ പ്രശ്നങ്ങളാവട്ടെ, കുഞ്ഞുങ്ങളുടെ പ്രശ്നങ്ങളാവട്ടെ, ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളാവട്ടെ, സ്ട്രെസ് ആവട്ടെ, സ്ട്രെയിൻ ആവട്ടെ, പ്രഷർ ആവട്ടെ, ഷുഗർ ആവട്ടെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്ത് നിൽക്കുവാനായിട്ട് ദൈവം സഹായിക്കും. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എല്ലാവർക്കും പ്രയോജനപ്പെട്ടെന്ന്, ദൈവമക്കൾക്ക് പ്രയോജനപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ഒരു ശുഭദിനം.